ഭയപ്പെട്ട് അതുപോലെ പലപ്പോഴായി പല അബദ്ധങ്ങളും പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തക്ക രീതിയിൽ പിന്നെ ഇയാളുടെ വാർത്താവതരണം വൈകാരികതയെ വിറ്റ് കാശാക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ. സമൂഹത്തിൽ ജനങ്ങളുടെ വൈകാരിക തലത്തെ ബാധിക്കുന്ന ഏതൊരു മാറ്റർ വന്നിട്ടുണ്ട്. അത് കൊറോണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കൊറോണ സമയത്ത് 24 ചാനലായിരുന്നു കൊറോണ സമയത്താണ്. കണ്ടില്ലേ എന്തൊക്കെയാണല്ലേ പറയാം, വൈകാരികത വിറ്റ് കാശാക്കുന്നു. എടാ, വൈകാരികത വിറ്റ് കാശാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഭരണകർത്താക്കളോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലിരിക്കുന്ന ആളുകളോ നമ്മുടെ നിയമപാലകരോ അവരാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലുള്ള ചിലപ്പോൾ ഒരു വിമുഖതയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ചിലപ്പോൾ കൊള്ളലൊക്കെ ആയിരിക്കും ഈ അഖിൽമാരാർ ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്ന രീതിയിലേക്കൊക്കെ പുലമ്പുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ വന്നിട്ട് മാധ്യമയോളി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡോക്ടർ അരുൺകുമാറിനെ പറ്റി വിമർശിക്കാനോ അല്ലെ അങ്ങനെ ഒരു പുള്ളിയെ നിങ്ങൾക്ക് ആക്ഷേപിക്കാനോ ഒന്നും അതിന് മാത്രം ഒന്നും വളർന്നിട്ടില്ല അഖിൽമാരാരെ. നീ ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിനക്കൊരു വ്യക്തിത്വം ഇല്ലാത്തവനാണെന്നുള്ളതും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ ബിഗ് ബോസിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കുറച്ച് കാശുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട്